നബിദിനാഘോഷവാദികൾ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നബിദിന ഘോഷയാത്രയിൽ വിഗ്രഹങ്ങൾക്ക്, ബിംബങ്ങൾക്ക് സല്യൂട്ട് അടിക്കുന്ന ദൃശ്യം. ഈ ദൃശ്യം ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. 10-25 ലക്ഷം ആളുകൾ ഇത് കണ്ടു എന്നൊക്കെയാണ് മീഡിയകൾ പറയുന്നത്. ഈ പ്രവൃത്തി ചെയ്ത ആളുകൾ തന്നെ ചാനലുകളുടെ മുമ്പിൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾ ഈ വർഷം മാത്രമല്ല ഇത് ചെയ്തത്, എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അഭിമാനപൂർവ്വം മുസ്ലിമീങ്ങൾ, ഈ സമസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വന്ന് പറയുന്നതും നിങ്ങളെല്ലാവരും കണ്ടു. ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വിഗ്രഹങ്ങളെല്ലാം തലകുത്തി വീണു എന്ന് പാടി നടക്കുന്ന അതേ വിഭാഗം തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ഗൗരവമുള്ള ഒരു പ്രവൃത്തിയാണിത്. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവമേറിയ കാര്യം എന്ന് പറയുന്നത് ഏകദൈവാരാധനയാണ്, അതല്ലെങ്കിൽ ഏകദൈവ വിശ്വാസമാണ്. ആ ഏകദൈവ വിശ്വാസത്തിന് അഥവാ തൗഹീദിന് കളങ്കം ചാർത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സംശയമുള്ള കാര്യമേ അല്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ മതേതരത്വം എന്നൊക്കെ പറയുന്നത് മതങ്ങൾ തമ്മിലുള്ള ലയനമല്ലല്ലോ, മതവിശ്വാസങ്ങൾ പരസ്പരം കൂട്ടിക്കുഴക്കലല്ല, യാതൊരു സംശയവുമില്ല. മറിച്ച് ഓരോ വിശ്വാസിയും അവരുടെ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മതവിശ്വാസങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും ഒന്നും ചീത്ത പറയാതെ, അവഹേളിക്കാതെ മാനുഷിക വിഷയങ്ങളിൽ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നതൊക്കെയാണ് മതേതരത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ, മറ്റുള്ള ഏത് മതവിശ്വാസികളാണെങ്കിലും അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാനോ അവഹേളിക്കാനോ നിന്ദിക്കാനോ ഒന്നും പാടില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ നിലക്കുള്ള സന്ദേശമാണ്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു വിശ്വാസമുണ്ട്. അവൻ്റെ പവിത്രമായ വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. അതിന് കളങ്കം ചാർത്തുന്ന ഒരു കാര്യവും അവൻ ചെയ്യാൻ പാടില്ല. ഷിർക്കിൻ്റെ ശആഇറുകളെ, അതല്ലെങ്കിൽ കുഫറിൻ്റെ ചിഹ്നങ്ങളെ തഅലീം ചെയ്യുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ലേ, നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന കാര്യമല്ലേ. നിങ്ങളീ നോക്കൂ സഹോദരങ്ങളെ, ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് കർമ്മശാസ്ത്ര സരണിയാണ്. ഇരുവിഭാഗം സമസ്തയും അംഗീകരിക്കുന്ന, അവിഭക്ത സമസ്ത അംഗീകരിക്കുന്ന പുസ്തകമാണിത്. ഈ പുസ്തകത്തിൻ്റെ 45-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, ബിംബങ്ങൾ, സൂര്യൻ മുതലായവക്ക് വണക്കമായി സുജൂദ് ചെയ്യുക. ഇവിടെ എന്താ സംഭവിച്ചത്? ബിംബങ്ങൾക്ക് വണക്കമായി, വണക്കം എന്ന് പറഞ്ഞാൽ ആദരവിൻ്റെ ഭാഗമായി സുജൂദിന് പകരം സല്യൂട്ട് അടിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. സല്യൂട്ട് സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആദരവിനാണ്, ബഹുമാനിക്കുന്നതിനാണ്. അപ്പൊ ഇതൊക്കെ ഒരു മുസ്ലിമിന് ചെയ്യാൻ പറ്റുമോ? അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി ഒരു പ്രതികരണവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നില്ലല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇതിന്റെ വിധി എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് വളരെ വിനീതമായി ഈ പുരോഹിതന്മാരോട് ആവശ്യപ്പെടുകയാണ്.